തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പ്രതി സുഗാന്തുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊച്ചി നെടുമ്പാശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. പ്രതി യുവതിയെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി ചൂഷണം ചെയ്തെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. സിജോ വർഗീസ് ചേരുന്നു. സിജോ, തെളിവെടുപ്പ് പൂർത്തിയായോ? ഇനി എന്താണ് പോലീസിന്റെ നടപടി? ധന്യ സുഗാന്തുമായി ഇന്നലെ തിരുവനന്തപുരത്ത് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ഈ പ്രതിയുമായി ഇന്ന് കൊച്ചിയിലേക്ക് എത്തിയത്. കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപത്തായി തന്നെ സുഗാന്ത് താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ എത്തിച്ചാണ് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. അതായത് ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളായി ഈ സുഗാന്ത് ഈ എയർപോർട്ടിന് സമീപത്തായിട്ടുള്ള ഈ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ എത്തിച്ചാണ് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. പ്രധാനമായും ഈ യുവതിയുടെ മരണത്തിന് പിന്നാലെ തന്നെ ഈ മരണത്തിന് കാരണം സുഗാന്താണ് എന്നുള്ള ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില തെളിവുകളും പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഈ യുവതി സുഗാന്തുമായി നടത്തിയിരിക്കുന്ന വാട്സാപ്പ്, ടെലിഗ്രാം ചാറ്റുകൾ തുടങ്ങിയ ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവരശേഖരണമാണ് പ്രധാനമായും പോലീസ് നടത്തിയത്. അവിടെ ഒരു 10-15 മിനിറ്റോളം മാത്രമാണ് ഈ തെളിവെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി വന്നതിന് ശേഷം അതോടൊപ്പം തന്നെ ഈ സമീപവാസികളിൽ ചിലരുടെ മൊഴികളും പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് അന്വേഷണ സംഘം മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പ്രധാനമായും പോലീസ് ശേഖരിക്കുന്നത്. മാർച്ച് 24 ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് റെയിൽവേ ട്രാക്കിൽ ഈ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. പിന്നീട് ഈ പ്രതി സുഗാന്ത് ഒളിവിൽ പോവുകയായിരുന്നു. ഈ മുൻകൂർ ജാമ്യം തള്ളിയതോടുകൂടിയാണ് പിന്നീട് കൊച്ചി കമ്മീഷണർ ഓഫീസിലെത്തി പ്രതി കീഴടങ്ങുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നാളെ ആണ് ഈ കസ്റ്റഡി കാലാവധി തീരുന്നത്. അതിന് മുമ്പായി തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരത്തും കൊച്ചിയിലുമായാണ് പ്രധാനമായും ഈ തെളിവെടുപ്പ് നടപടികൾ നടത്തുന്നത്. എന്തായാലും ഈ കൊച്ചിയിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ധന്യ. ശരി സുജോ.